എല്ലാവർക്കും തൂവൽത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രധാന വിഭവമായ കടി പക്കോട ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിൻ്റെ കൂടെ 1 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കട്ടകൾ ഒന്നുമില്ലാതെ നന്നായി ഇളക്കണം. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെയായി ചേർത്ത് നന്നായി കലക്കിയെടുക്കണം. ഇനിയും ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അല്ല കേട്ടോ, 1 സവാള ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2 പച്ചമുളക് ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വന്നാൽ നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ചെറുതായി തിള വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി തിള വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. അടയ്ക്കുമ്പോൾ ഫുൾ കവർ ചെയ്യരുത്, അല്പം ഗ്യാപ്പ് ഇട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇതിലേക്ക് ചേർക്കാനുള്ള പക്കോട നമുക്ക് ഇനി ഉണ്ടാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 നുള്ളു സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇടയ്ക്ക് നമുക്ക് കടി കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കി നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പക്കോടയുടെ കൂട്ട് അല്പാൽപമായി ഇട്ട് കൊടുക്കാം. കയ്യിലെടുത്ത് ചെറിയ ബോളാക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ അതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു സ്പൂണിലാണ് ഇടുന്നത്. അതിനാൽ നല്ല ഷേപ്പൊന്നും വരില്ല. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ആക്കി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കടി പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പക്കോട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനിയും നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി വേണം. അതിനായി ഒരു ചെറിയ പാത്രത്തിൽ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ അതായാലും മതി. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് മൂപ്പിക്കാം. അതിലേക്ക് ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് ഇനിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് അതെടുത്ത് കടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഒരു റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും റൈസിൻ്റെ കൂടെയും വളരെ നല്ല ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രധാന വിഭവമാണ് ഈ കടി പക്കോട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്